അന്വേഷണം നടക്കട്ടെ. അതിൻ്റെ വിശദമായ റെക്കോർഡോട് കൂടിയിട്ട് നാളെ പ്രസ് മീറ്റ് നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഇടയിൽ അതിൻ്റെ റെക്കോർഡ് നമുക്ക് തരാൻ കഴിയില്ല. തീർത്തും അടിസ്ഥാനരഹിതമാണ്. അതിൻ്റെ വസ്തുത നാളെ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുമ്പിൽ ഞാൻ കോടതിയിൽ നിന്ന് ഓപ്ഷനിലെടുത്തൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ പണം കൊടുത്ത് നാട്ടുകാരോട് വാങ്ങിയ പ്രോപ്പർട്ടിയല്ല. ആ പ്രോപ്പർട്ടി തന്നിരിക്കുന്നത് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ ഡൽഹിയിൽ നിന്ന് ഓപ്ഷനിൽ പങ്കെടുത്ത് 2004-05 ആണത് വാങ്ങിയ പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ ആ കോടതി എന്ത് അവകാശമാണ് തന്നത്, ആ അവകാശം തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻ്റ് അടക്കം അത് വിശദീകരിക്കേണ്ട വിഷയമാണ്. കമ്പനി തുടങ്ങാൻ വേണ്ടി സർക്കാർ നൽകിയിരിക്കുന്ന ഭൂമിയാണ്, ആ ഭൂമിയാണ് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്നതാണ്. പച്ചക്കള്ളം നാളെ നമുക്ക് വിശദീകരിക്കാം. റെക്കോർഡ് നിങ്ങൾക്ക് തരും. ഇതൊക്കെ സർക്കാർ റെക്കോർഡുള്ള കാര്യങ്ങളാണല്ലോ. ഞാൻ കെട്ടിടത്തോടു കൂടിയാണ് വാങ്ങിയിട്ടുള്ളത്, മനസ്സിലായില്ലേ? കെട്ടിടം ഉൾപ്പെടെയാണ് കോടതി തന്നിട്ടുള്ളത്. അത് നാളെ നമ്മൾ വിശദീകരിക്കും. ഒരാളും ഇത് പൊളിച്ചു നിൽക്കില്ല. അതല്ല, അതിപ്പോൾ ഈ പിണറായി അല്ല, ഞാൻ പറയുന്നില്ല. ആര് വിചാരിച്ചാലും അത് പൊളിച്ചു നിൽക്കില്ല. ഈ രാജ്യത്തൊരു നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അല്ല, അത് എന്ത് പോക്കിയാലും കുഴപ്പമില്ല. എന്ന് പക ഏറ്റെടുക്കാൻ തയ്യാറായിട്ടാണല്ലോ ഞാൻ പോകുന്നത്. അപ്പോൾ പക പോക്കിക്കോട്ടെ, അതുകൊണ്ടെന്താ കുഴപ്പം? അല്ല, അത് സ്വാഭാവികമല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇതുവരെ പ്രസംഗിച്ചത് ഫാസിസത്തിനെതിരെ, മോഡിസത്തിനെതിരെ പറഞ്ഞതാണല്ലോ. സെയിം മോഡിസത്തിൻ്റെ ജൂനിയർ മോഡിസം പിണറായി നടത്തുന്നു, അത്രേ ഉള്ളൂ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അല്ല, വരട്ടെ. ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടല്ലോ. ഞാനൊന്നുമില്ലാതെ ഞാനീ പറഞ്ഞത് പിണറായി വിജയൻ എനിക്ക് സല്യൂട്ട് അടിച്ച് നമസ്തേ അൻവർ എന്ന് പറഞ്ഞ് എന്നെ ബഹുമാനിച്ച് അങ്ങോട്ട് പിരിഞ്ഞു പോകുമെന്ന് വിചാരിക്കാൻ ഞാൻ വിഡിയൊന്നുമില്ലല്ലോ. അത് അവരുടെ ഒരു രീതിയല്ല, അവർ നേരിടുമല്ലോ. നേരിട്ടെ. എങ്ങനെ? പൂർണ്ണമായിട്ടും അത് ബോധ്യപ്പെടുത്തണല്ലോ. അല്ല, അതൊക്കെ നാളെ പറയുന്നു. ടുമോറോ വിൽ സീ. അതെ, അത് നാളെ നമുക്ക് ക്ലിയർ ആക്കാം. ഹി വിൽ ഗിവ് യു ഓൾ ഡോക്യുമെന്റ്സ്. അപ്പോൾ വിഷയം തീരുമല്ലോ. വായ കൊണ്ട് പറയുന്നത് ആരാ? ഓരോരുത്തന്മാർ ഇരുന്ന് പറയില്ലേ. ഞാൻ വായ കൊണ്ടല്ല ആ വിഷയം സംസാരിക്കുന്നത്, രേഖകൾ കൊണ്ടാണ്. ആ രേഖ നാളെ കേരളത്തിലെ മുഴുവൻ പത്രപ്രവർത്തകർക്കും, എന്താ പറയുക, കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ മുന്നിൽ അത് വെക്കും. താങ്കൾ കൂടി പിന്തുണ നൽകിയിരുന്ന ഒരു സർക്കാരിനെതിരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ കോവിഡുമായി ബന്ധപ്പെട്ട കോഴി ആരോപണം അല്ല, എല്ലാ കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് ബ്രൂവറി. എന്തിനാ ഈ ബ്രൂവറി? ഈ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം എന്താ നിങ്ങൾക്കറിയാലോ? മിനിഞ്ഞാന്നാണ് മകൻ അമ്മയെ വെട്ടിക്കൊന്നത്. ഇന്നലെയാണ് അച്ഛനെ തല്ലിക്കൊന്നത്. ഈ നാടാകെ ഈ പറയുന്ന മയക്കുമരുന്നാണ്. ജനം എത്ര പതിനായിരക്കണക്കിന് അമ്മമാർ കിടന്നുറങ്ങാൻ ഭയപ്പെടുകയാണ്. ആരെ? മക്കളെ. വാതില് ഒരു കുറ്റിയിട്ട് രണ്ടാമത് കുറ്റിയിട്ടിട്ട് അമ്മമാര് മക്കളെ പേടിച്ച് കിടന്നുറങ്ങുന്ന വീടുകൾ പതിനായിരങ്ങളാണ് കേരളത്തിൽ. ആരാണ് ഇതിനെ തടുക്കേണ്ടത്? ആരാണ് ഈ മയക്കുമരുന്നിനെ എതിർക്കേണ്ടത്? ആ വിഭാഗം, ആ പോലീസ്. ഞാൻ അന്ന് ഉന്നയിച്ച സ്വർണ്ണക്കള്ളക്കടത്തോടൊപ്പം ഉന്നയിച്ച പ്രധാന വിഷയം ഈ പറയുന്ന മദ്യം, മയക്കുമരുന്ന് കച്ചവടം, പോലീസിന്റെ വലിയ ഒരു ലോബി, പാർട്ട് ഓഫ് ദിസ് ബിസിനസ് ആണെന്ന് ഞാൻ പറഞ്ഞതാണ്. അത് തന്നെയല്ലേ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എല്ലാം പണം ഉണ്ടാക്കുക. നിങ്ങൾ ചോദിച്ച അഴിമതിയുടെ കാര്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന കൊറോണയായാലും ഇപ്പം എന്താ വയനാടിൻ്റെ സ്ഥിതി? എന്താണ് ഈ വയനാട് റീസെറ്റിൽമെൻറ്റ് ഇപ്പോഴും നടക്കാത്തത്? വിശദീകരിക്കേണ്ടതുണ്ട്. രേഖാപരമായിട്ട് അതിന് പ്രത്യേക സമ്മേളനം തന്നെ നമ്മൾ വേറെ നടത്തുന്നുണ്ട്. എല്ലാം അഴിമതിയാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ പണമുണ്ടാക്കാനുള്ള കണ്ണാണ്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഏർപ്പാടുകളുമാണ്. തീർച്ചയായിട്ടും അന്വേഷിക്കണമല്ലോ. അവർ ഈ പറയുന്നത് വസ്തുതയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് ഒരു അന്വേഷണം നടത്തുന്നതിന് തടസ്സം സർക്കാർ നിൽക്കേണ്ട കാര്യം എന്താ? ഈ സർക്കാർ പൂർണ്ണമായും അഴിമതിയിലാണ് ഇപ്പോൾ ഭരണം നടത്തുന്നതെന്നാണോ? അല്ല, അഴിമതി മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒരു ബ്രൂവറീസ് ഒരു കമ്പനിക്ക് മാസം എങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുടിക്കാൻ വെള്ളമില്ലാത്ത പാലക്കാട് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം, അവിടെ ഒരു കൊക്കക്കോളനെ ഓടിച്ച നാടാണ്. പിന്നെ ഈ പറയുന്ന മദ്യശാല അവിടെ നടത്താൻ ജനങ്ങൾ സമ്മതിക്കും? ഒരിക്കലും സമ്മതിക്കില്ല. ഞങ്ങളും ഒക്കെ ആ സമരത്തോടൊപ്പം ശക്തമായി ഇടപെടാൻ തന്നെ തീരുമാനിക്കുന്നത്. അല്ല, അന്നത്തെ സർക്കാരിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ അന്നത്തെ സർക്കാരിൽ പിന്തുണ നൽകിയ കുറ്റബോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇത് ആ സർക്കാർ ചെയ്ത
വളരെ നല്ല കൊറോണയൊക്കെ നല്ല രീതിയിൽ അത് നേരിട്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ആ നന്മയുടെ ഭാഗമായിട്ട് അതിൽ കള്ളക്കടത്ത് ഈ പറയുന്ന അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതതിൻ്റെ വേറെ ഭാഗമാണ്. നല്ലത് നല്ലത് എന്ന് തന്നെ പറയണമല്ലോ. ആ കാര്യത്തിലൊന്നും എനിക്ക് കുറ്റബോധമൊന്നുമില്ല. ഈ വരുന്ന ആളുവരി പാതയിൽ അങ്ങയുടെ അഭിപ്രായം അതിലുള്ള കാര്യങ്ങൾ? 6 വരിപ്പാത മഹാപോക്കാണ് പല സ്ഥലങ്ങളിലും. ഞാനത് യാത്ര ചെയ്തിട്ടാണ് പറയുന്നത്. അതിൻ്റെ എന്താ പറയുക, ലെവലിംഗ്, റോഡ് ലെവൽസ് ഉണ്ടാവും. ഒട്ടനവധി മേൽപ്പാലങ്ങളുണ്ട്. ഈ മേൽപ്പാലങ്ങളുടെ 2 സ്ലാബുകൾ കണക്ട് ചെയ്യുന്ന ആ ജോയിനിങ് പോയിന്റ് നിങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതാണ്. പല പാലത്തിലും മുകളിൽ പോകുമ്പോൾ നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ സ്റ്റെപ്പ് ഡേ 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 എന്നാണ് അടിക്കും. ഇതൊക്കെ ആ കാലത്തുള്ള പുതിയ നിർമ്മിതിയിൽ അതിനൊക്കെ പരിഹാരമുണ്ട്. ഒരു പ്രശ്നങ്ങളുമില്ല. അതാണ് ടെക്നിക്കൽ, എന്താണോ അതിന് ടെക്നിക്കാലിറ്റി അത് അതിനനുസരിച്ച് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടതാണ്. അതില്ല. 10, 25, 30, 40 മീറ്റർ മണ്ണ് വെട്ടി ഇറക്കിയിട്ട് അവിടെ എന്താ പറയാ, അതിനെ കവർ ചെയ്യാൻ കമ്പി അടിച്ച് കയറ്റിയിട്ട് സാധാരണ നമ്മൾ എന്താ പറയാ എലിക്ക് വെക്കുന്ന നെറ്റ് പൊളിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റ് മിശ്രിതം സ്പ്രേ ചെയ്യാണ്. ഒരു കാലത്തും നിൽക്കില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കാണാം പല സ്ഥലത്തും അത് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാം പണം സ്വരൂപിക്കാനുള്ള വിഷയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഈ ഹൈവേ കൂടുതൽ നിലനിൽക്കുന്ന ഹൈവേയുടെ പല ഭാഗങ്ങളും ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് തന്നെ പോയി നോക്കിയാൽ കാണാവുന്നതാണ്.